യെസ് മകളെ, ഇന്നത്തെ ക്ലാസ്സിൽ +2 കെമിസ്ട്രിയിലെ 4ാമത്തെ ചാപ്റ്റർ കെമിക്കൽ കൈനറ്റിക്സ് എന്ന വളരെ ചെറിയ ഒരു ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് പാർട്ട് 1 വീഡിയോ ആണ്. കണ്ടു കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഗുണം കിട്ടുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിർബന്ധമായും ഇതിൻ്റെ കണ്ടിന്യൂഷൻ പാർട്ടുകൾ കാണേണ്ടതാണ്. ഒരുപാട് പാർട്ടുകളൊന്നും ഉണ്ടാവില്ല. ഒരു 3 അല്ലെങ്കിൽ 4 പാർട്ട് വീഡിയോ കൊണ്ട് ഈ ചാപ്റ്റർ തീരാൻ സാധ്യതയുണ്ട്. അത്ര ചെറിയ ചാപ്റ്ററാണ്. ആവശ്യമുള്ളതെല്ലാം പബ്ലിക് എക്സാമിന് ആവശ്യമുള്ള എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളും എല്ലാ ഇക്വേഷൻസും എക്സാമ്പിൾസും എല്ലാം ഈ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോയുടെ സ്പീഡ് കൂട്ടിയാലും നിങ്ങൾ പോർഷൻസ് മിസ്സാവാതെ കാണുകയും നോട്ട് എഴുതി വെക്കുകയും ചെയ്യണം. ആദ്യം നമ്മൾക്ക് പഠിക്കാനുള്ളത് എന്താണ് കെമിക്കൽ കൈനറ്റിക്സ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതാണ്. അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ ഐശ്വര്യമായിട്ട് കെമിക്കൽ കൈനറ്റിക്സ് എന്ന് ഹെഡിങ് എഴുതിയിട്ട് താഴെ ഞാൻ പറയുന്ന സെൻറ്റൻസ് ഒന്ന് എഴുതുക. കെമിക്കൽ കൈനറ്റിക്സ് ഡീൽസ് വിത്ത് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഒരൊറ്റ വാക്കിനെ ബേസ് ചെയ്താണ് ഈ ചാപ്റ്ററിൻ്റെ നിർമ്മാണം. ഏതാണ് ആ വാക്ക്? റേറ്റ്. ഓക്കെ, റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റിനെ കുറിച്ച് സംസാരിക്കുന്ന ചാപ്റ്ററാണ് കെമിക്കൽ കൈനറ്റിക്സ്. ബ്രാക്കറ്റിൽ എഴുതുക സ്പീഡ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? സ്പീഡ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ എന്നാണ്. കെമിക്കൽ റിയാക്ഷൻ്റെ വേഗതയെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നേരെ കാര്യത്തിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഹെഡിങ് എഴുതുക റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. എങ്ങനെയാണ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡിനെ എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം? റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ആണ് ആദ്യം പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ടൈപ്സ് ആണ്. എത്ര ടൈപ്പ് റേറ്റ് ഉണ്ട്, എത്ര ടൈപ്പാണ് റേറ്റ് ഉള്ളത്? ഒന്നാമത്തെ ടൈപ്പ്, ആദ്യമായിട്ട് നമ്മൾ സ്പീഡിനെ പരിചയപ്പെടുത്തുന്ന ഒരു ടൈപ്പാണ്. എഴുതിക്കോളൂ, ആവറേജ് റേറ്റ്. എഴുതടാ, ആവറേജ് റേറ്റ്. ഓക്കെ, ആവറേജ് റേറ്റ് എന്താണെന്ന് എഴുതി വെച്ചോ. സ്പീഡ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. എഴുത്, സ്പീഡ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ in a particular time interval. രണ്ട് ടൈമിനിടയിലെ സ്പീഡിനെ കുറിച്ച് സംസാരിക്കുന്നതാണ് ആവറേജ് റേറ്റ്. ഇൻ എ പർട്ടിക്കുലർ ടൈം ഇൻ്റർവെൽ. രണ്ടാമത്തതാണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. എന്താണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ്? എന്താ മക്കളെ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ന് പറഞ്ഞാൽ? ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഇതാണ്, എഴുതിക്കോ. സ്പീഡ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ at a particular time. ഒരു പ്രത്യേക സമയത്ത് ആ കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡ് എത്രയാണ്? അതിനെയാണ് നമ്മൾ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ന് പേര് പറയാം. ഒരു ഉദാഹരണത്തിന്, ഞാനിപ്പോൾ മലപ്പുറത്താണുള്ളത്. ഞാൻ കോഴിക്കോട്ടേക്ക് പോവാണ്. 1.5 മണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് യാത്ര തുടങ്ങിയത് 2 മണിക്ക്, എത്തിയത് 3.5 മണിക്ക്. അപ്പോൾ ടോട്ടൽ ഞാൻ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഞാൻ അതിനെടുത്ത ടൈം ചെയ്താൽ എനിക്ക് എൻ്റെ ആവറേജ് സ്പീഡ് കിട്ടും. ഏകദേശം ഏത് സ്പീഡിലാണ് ഞാൻ ഈ ഒരു യാത്ര കംപ്ലീറ്റ് ആക്കിയത് എന്ന് എനിക്ക് ധാരണ കിട്ടും. അപ്പോൾ ആലോചിച്ചാൽ മനസ്സിലാകും, അതൊരു പർട്ടിക്കുലർ സെക്കൻഡിലെ അല്ലെങ്കിൽ പർട്ടിക്കുലർ മൊമെൻറ്റിലെ സ്പീഡിനെ കുറിച്ചല്ല സംസാരിക്കുന്നത്. ഓവറോൾ എൻ്റെ ജേണിയുടെ സ്പീഡിനെ കുറിച്ചാണ്. അതാണ് ആവറേജ് റേറ്റ്. ഓവറോൾ ആ കെമിക്കൽ റിയാക്ഷൻ ഒരു പർട്ടിക്കുലർ ടൈം ഇൻ്റർവെല്ലിൽ, 2 സമയത്തിനിടയിൽ എത്ര സ്പീഡിലാണ് ഏകദേശം നടന്നത്? ആവറേജ് റേറ്റ്. നേരെ മറിച്ച് ഞാൻ ഇവിടുന്ന് യാത്ര തുടങ്ങി ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, നീ ഇപ്പോൾ പോകുന്നത് എത്ര സ്പീഡിലാണ്? അപ്പം ഞാൻ ഓടിക്കുന്ന കാറിൻ്റെ മുമ്പിലുള്ള സ്പീഡോമീറ്ററിലേക്ക് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, ഇപ്പം ഞാൻ പോകുന്നത് 60 km/h. എനിക്ക് മുന്നിലുള്ള മീറ്റർ നോക്കിയാൽ കിട്ടുമല്ലോ. അപ്പം ഞാൻ പറഞ്ഞ ആ 60 ഉണ്ടല്ലോ, അത് ആ മൊമെൻറ്റിലെ സ്പീഡാണ്. അത് അടുത്ത മൊമെന്റിൽ മാറാം, ഇതിന് തൊട്ടുമുള്ള മൊമെന്റിൽ അതല്ലാതാവാം. അങ്ങനെ ആ ഓരോ മൊമെന്റിൽ ആ സ്പീഡ് മാറാം. അതിനെയാണ് നമ്മൾ ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് എന്ന് പേര് പറയുക. പഠിച്ചോ?
അപ്പോൾ ആവറേജ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടൈം ഇൻ്റർവെല്ലിലുള്ള ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡാണ്. ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സെക്കൻഡിൽ, ഒരു പ്രത്യേക സമയത്ത്, ഒരു പർട്ടിക്കുലർ മൊമെൻറ്റിൽ ആ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സ്പീഡാണ് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ്. ഓക്കെ, അടുത്തതായിട്ട് എഴുതിക്കോ മോനെ, കാൽക്കുലേഷൻ ഓഫ് റേറ്റ്. എഴുതിക്കോ, കാൽക്കുലേഷൻ ഓഫ് റേറ്റ്. കാൽക്കുലേഷൻ ഓഫ് റേറ്റ്. റേറ്റിനെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. നോക്കിയാൽ വളരെ സിമ്പിളാണ്, പഠിക്കാനും വളരെ സിമ്പിളാണ്. മക്കളെ, റേറ്റിനെ രണ്ട് വിധത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഒന്നാമത്തെ കാൽക്കുലേഷൻ ഇൻ ടേംസ് ഓഫ് റിയാക്റ്റൻ്റ് ആണ്. രണ്ടാമത്തെ കാൽക്കുലേഷൻ ഇൻ ടേംസ് ഓഫ് പ്രൊഡക്റ്റ് ആണ്. ഒന്നുമില്ല, റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ റിയാക്റ്റൻ്റ് പ്രൊഡക്റ്റായി മാറലാണല്ലോ ഒരു കെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് റിയാക്റ്റൻ്റ് ആണ്, അവിടെ ഉണ്ടാകുന്നത് പ്രൊഡക്റ്റാണ്. അപ്പോൾ റിയാക്റ്റൻറ്റിൻ്റെ ടേമിലും പ്രൊഡക്റ്റിൻ്റെ ടേമിലും നമുക്കൊരു കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡിനെ പറയാൻ പറ്റും. നിങ്ങളൊന്ന് ചിന്തിക്കണേ, ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ റിയാക്റ്റൻറ്റിൻ്റെ അളവ് കുറയുകയും പ്രൊഡക്റ്റിൻ്റെ അളവ് കൂടി വരികയല്ലേ ചെയ്യുക? റിയാക്റ്റൻറ്റിൻ്റെ അളവ് കുറഞ്ഞു വരും, പ്രൊഡക്റ്റിൻ്റെ അളവ് കൂടി വരും. റിയാക്റ്റൻറ്റ് എത്ര അളവിൽ കുറയുന്നു എന്ന രൂപത്തിൽ നമുക്ക് റേറ്റിനെ പറയാം. പ്രൊഡക്റ്റ് എത്ര അളവിൽ കൂടുന്നു എന്ന രൂപത്തിലും നമുക്ക് ആ കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റിനെ പറയാം. അപ്പോൾ റേറ്റിനെ രണ്ട് രൂപത്തിൽ പറയാം. ഒന്നാമത്തത് റിയാക്റ്റൻ്റ് എത്ര സ്പീഡിൽ കുറയുന്നു എന്ന് പറയാം. രണ്ടാമത്തത് പ്രൊഡക്റ്റ് എത്ര അളവിൽ കൂടുന്നു എന്ന് പറയാം. അപ്പം ഞാൻ ആദ്യം റിയാക്റ്റൻറ്റിൻ്റെ ടേമിലുള്ള റേറ്റ് കാൽക്കുലേഷൻ്റെ ഇക്വേഷനാണ് പരിചയപ്പെടുത്തുന്നത്. മക്കളെ, റിയാക്റ്റൻറ്റിൻ്റെ അളവ് കൂടുകയാണോ കുറയാണോ ചെയ്യണേ? റിയാക്റ്റൻറ്റിൻ്റെ അളവ് കുറയല്ലേ ചെയ്യുക ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ. അതുകൊണ്ട് ഐശ്വര്യമായി ഒരു മൈനസ് ഇട്ട് തുടങ്ങണം. ഇതിനർത്ഥം റിയാക്റ്റൻറ്റിൻ്റെ അളവ് കുറയുന്നു എന്നതാണ്. എന്തിനാണ് അവിടെ മൈനസ് ഇട്ടത് എന്നുള്ളത് നമുക്കതിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് മനസ്സിലാകും. ഇതിൻ്റെ ഉള്ളിൽ ഒരു നെഗറ്റീവ്, ഒരു മൈനസ് ഉണ്ടായി വരും. ആ മൈനസും ഈ മൈനസും തമ്മിൽ ക്യാൻസൽ ആവാനാണെന്നൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് സംസാരിക്കാം. അത് വിട്ടേക്ക്. ഇപ്പം നീ ഓർത്തു വെച്ചോ, റിയാക്റ്റൻറ്റിൻ്റെ ടേമിലാണോ കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് എഴുതാൻ പോകുന്നത്, മൈനസ് ഇടണം. മൈനസ് ഓഫ്, നോക്കിക്കോട്ടെ, ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ്. R എന്ന് എഴുതിയാൽ റിയാക്റ്റൻ്റ് ആണ്, സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടാൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് ആണ്. എന്താ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ? അളവ്. അളവ്. അപ്പൊ റിയാക്റ്റൻറ്റിന്റെ അളവിൽ വന്ന മാറ്റം എന്നാണ് ഇതിന്റെ മലയാളം. റിയാക്റ്റന്റ് കുറഞ്ഞിങ്ങനെ വരികയാണല്ലോ, അപ്പൊ റിയാക്റ്റന്റിന്റെ അളവ് ഇങ്ങനെ മാറുകയാണല്ലോ. എത്ര മാറി? 10 എന്നുള്ളത് 8 ആയാൽ അവിടെ 2 അങ്ങോട്ട് കുറഞ്ഞു അല്ലേ? അപ്പൊ ആ മാറ്റമാണ് ഇവിടെ എഴുതേണ്ടത്. ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ്. ഒന്നുമില്ല പൊന്നുമോനെ, സിമ്പിൾ ആയിട്ട് അത് പഠിക്കാവുന്നതേ ഉള്ളൂ. ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് വ്യക്തമായി മനസ്സിലാകും. ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. ഡിവൈഡഡ് ബൈ പറ, ടൈം ടേക്കൺ. ഓക്കെ, ഇതിനെ കുറച്ചുകൂടെ വൃത്തിയുള്ള ഷോർട്ട് ഫോമിലേക്ക് മാറ്റിയാൽ മൈനസ്, പൊന്നുമോനെ, ചേഞ്ച് എന്നതിന് ഡി എന്ന് എഴുതാം, അല്ലെങ്കിൽ ഡെൽറ്റ എന്ന് എഴുതാം. ഡി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ആണ്. ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. എത്രയാണോ ടൈം എടുത്തത് അതിനെയാണോ നമ്മൾ ചേഞ്ച് ഇൻ ടൈം എന്ന് പറയാം. 10 മിനിറ്റിൽ നിന്ന് ഞാൻ 10 മിനിറ്റിൽ വാച്ച് നോക്കി, കെമിക്കൽ റിയാക്ഷൻ തുടങ്ങിയിട്ട് 10ാമത്തെ മിനിറ്റ് മുതൽ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക 30ാമത്തെ മിനിറ്റ് വരെ. 10ാമത്തെ മിനിറ്റ് മുതൽ 30ാമത്തെ മിനിറ്റ് വരെ. അപ്പം ചേഞ്ച് എത്ര? 20 മിനിറ്റ്. ആ 20 മിനിറ്റ് ആണല്ലോ ആ കെമിക്കൽ റിയാക്ഷൻ ഞാൻ നോക്കിയ സമയം. അതായത് ഈ ചേഞ്ചിന് ആവശ്യമുള്ള സമയം എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ടൈം എന്നാണ്. അപ്പോൾ റേറ്റ് കാണാനുള്ള ഒന്നാമത്തെ ഇക്വേഷനായി ഇൻ ടേംസ് ഓഫ് റിയാക്റ്റന്റ് മൈനസ് ഓഫ് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. ദാറ്റ് മീൻസ് മൈനസ് ഓഫ് dr ഡിവൈഡഡ് ബൈ dt. ഇൻ ടേംസ് ഓഫ് പ്രൊഡക്റ്റ് എഴുതണം. മോനെ, ഞാൻ നേരത്തെ പറഞ്ഞു പ്രൊഡക്റ്റിൻ്റെ അളവ് കൂടുകയാണ്, അതുകൊണ്ട് മൈനസിന് പകരം ഇവിടെ പ്ലസ് ആണ് ഇടേണ്ടത്. ബാക്കി കാര്യങ്ങളെല്ലാം സെയിം ആണ്. എങ്ങനെ ഉണ്ടാകും? ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. പഠിച്ചോ? ഒരു പർട്ടിക്കുലർ ടൈം ഇന്റർവെല്ലിൽ പ്രൊഡക്റ്റ് എത്ര അളവിൽ മാറി, എത്ര അളവിൽ ചേഞ്ച് ചെയ്തു, എത്ര അളവിൽ കൂടി, അതാണ് ഈ കാണുന്ന കാൽക്കുലേഷൻ. അതാണ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് ഡി കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ ഡി ടി. ഓക്കെ, ഡി എന്ന് പറഞ്ഞാൽ ചേഞ്ച് എന്നാണ്, പി എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ആണ്, സ്ക്വയർ ബ്രാക്കറ്റിൽ പി ഇട്ടാൽ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. രണ്ടാമത്തെ ഇക്വേഷൻ റെഡിയാണ്.
മക്കളെ, റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള 2 ഇക്വേഷനും ഐശ്വര്യമായിട്ടൊന്ന് നോട്ടിൽ എഴുതി വെച്ച് വീഡിയോ പോസ് ചെയ്തിട്ട് എഴുതി വെക്കുക. എഴുതി കഴിഞ്ഞതിന് ശേഷം കണ്ടിന്യൂ ചെയ്യുക. ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് അവതരിപ്പിക്കാം. ക്വസ്റ്റ്യൻ എഴുതിക്കോ. റൈറ്റ് പോസിബിൾ ഇക്വേഷൻസ് to calculate rate of given chemical reaction. റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പോസിബിൾ ഇക്വേഷൻസ് ഒന്ന് എഴുതി വെക്കണം. അതിൽ ഒന്നാമത്തെ ആളാണ്. ഞാനൊരു ഹൈപ്പോത്തറ്റിക്കൽ കെമിക്കൽ റിയാക്ഷൻ ആണ് ബോർഡിൽ എഴുതുന്നത്. ഇങ്ങനെ ഒരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവില്ല. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ജനറൽ ആയിട്ട് എഴുതുകയാണ്. A+2B gives 3C. കാണുന്നുണ്ടോ മോനെ? A+2B gives 3C. മക്കളെ ഒന്ന് നോക്കിക്കേ. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു റേറ്റ് എഴുതാൻ റിയാക്റ്റന്റിന്റെ ടേമിലും റേറ്റ് എഴുതാം, പ്രൊഡക്റ്റിന്റെ ടേമിലും റേറ്റ് എഴുതാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. മക്കളെ, ഇവിടെ എത്ര റിയാക്റ്റന്റ് ഉണ്ട് ഒന്ന് ചിന്തിക്കണേ. എ എന്ന് പറയുന്ന ആള് റിയാക്റ്റന്റ് ആണ്, ബി എന്ന് പറയുന്ന ആളും റിയാക്റ്റന്റ് ആണ്. അപ്പൊ 2 റിയാക്റ്റന്റും ഒരു പ്രൊഡക്റ്റും അല്ലേ ഉള്ളത്. അപ്പൊ എയുടെ ടേമിലും ബിയുടെ ടേമിലും സിയുടെ ടേമിലും നമുക്ക് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇവിടെ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ എനിക്ക് 3 ഇക്വേഷൻ എഴുതാം. പ്ലീസ് മനസ്സിലാക്കി വെച്ചോ. റേറ്റ് ഈസ് ഈക്വൽ ടു 3 ഇക്വേഷൻ എഴുതാം. ഹലോ, റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ 3 ഇക്വേഷൻ ഉണ്ട്. ഒന്നാമത്തെ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് എ ആണ്. എടാ, എ എന്ന് പറഞ്ഞാൽ റിയാക്റ്റന്റ് അല്ലേ, അതുകൊണ്ട് മൈനസ് ഇടണം. പിന്നെന്താണ് നമ്മുടെ ചർച്ച? ചേഞ്ച്. ഡി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ആണ്. ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. -dA ഡിവൈഡഡ് ബൈ dt. നേരത്തെ പറഞ്ഞതാണ്. നേരത്തെ ജനറലി റിയാക്റ്റന്റ് എന്ന ടേമിലാണ് അവതരിപ്പിച്ചത്. ഇപ്പൊ ആ റിയാക്റ്റന്റ് എ എന്ന ആളായതുകൊണ്ട് സ്പെസിഫിക് ആയിട്ട് -dA ഡിവൈഡഡ് ബൈ dt എന്ന് പറഞ്ഞു. ഇൻ ടേംസ് ഓഫ് ബി ആണ് ഇനി ഞാൻ അടുത്തത് എഴുതാൻ പോകുന്നത്. ശ്രദ്ധിക്കണേ. ബിയുടെ ടേമിൽ ഞാൻ ഈ കെമിക്കൽ റിയാക്ഷന്റെ സ്പീഡിനെ, റേറ്റിനെ എഴുതി വെക്കാൻ പോവാണ്. പൊന്നു മക്കളെ പറ, ബി എന്ന ആള് റിയാക്റ്റന്റ് ആണോ പ്രൊഡക്റ്റ് ആണോ? റിയാക്റ്റന്റ് ആണ്. അതുകൊണ്ട് നിർബന്ധമായും മൈനസ് ഇടണം, മസ്റ്റ് ആണ്. നേരത്തെ എയെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഇല്ലാത്ത ഒരു ഡിഫറൻസ് ബിയെ കുറിച്ച് സംസാരിക്കുമ്പോഴുണ്ട്. അതെന്താ? ബിക്ക് ഇവിടെ ഒരു 2 എന്ന വാല്യൂ ഉണ്ട്. 2 എന്ന വാല്യൂവിനെ സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യന്റ് എന്നാണ് നമ്മൾ പേര് വിളിക്കുക എന്ന് +1 പലതവണ നമ്മൾ പറഞ്ഞതാണ്. എനിവേ, ബിയുടെ കൂടെയുള്ള ഈ സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യന്റിലെ അതിനെ നമ്മൾ റെസിപ്രോക്കൽ ആയിട്ട് എഴുതണം. മനസ്സിലാക്കി വെക്ക്. അപ്പൊ ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ 1/2 എന്ന് എഴുതണം. തിരിച്ചെഴുതണം. 2 തിരിച്ചിട്ടാ 1/2 ആണല്ലോ. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. dB ഡിവൈഡഡ് ബൈ dt. എഴുതുമ്പോൾ dB ബൈ dt എന്നൊക്കെ എഴുതുമെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് വായിക്കേണ്ടത് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ബി ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം എന്നാണ്. അപ്പൊ ചോദിക്കും, അല്ല സാറേ, അപ്പൊ എ എന്ന് പറയുന്ന ആളുടെ സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യന്റിനെ കുറിച്ചൊന്നും ഇവിടെ ചർച്ച ചെയ്തിട്ടില്ലായിരുന്നല്ലോ നമ്മൾ നേരത്തെ. എടാ, എ എന്ന് പറയുന്ന ആളുടെ സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യന്റ് ഇവിടെ എത്രയാണ്? 1 ആണ്. 1നെ റെസിപ്രോക്കൽ എഴുതിയാലും 1/1 തന്നെ അല്ലേ വരിക എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. അതുകൊണ്ടാണ് ഇവിടെ നീ ഒന്നും കാണാതിരുന്നത്. പിന്നെ 1 ഞങ്ങൾ സയന്റിസ്റ്റുകൾ എഴുതാറില്ലല്ലോ, അതുകൊണ്ട് അത് അങ്ങനെ പോട്ടെ. 1 ആയതുകൊണ്ട് മൈൻഡ് ചെയ്യണ്ട. 2 എന്നാൽ 1/2. അടുത്തതിൽ കാണാം കളി. റേറ്റ് ഇസ് ഈക്വൽ ടു ഇൻ ടേംസ് ഓഫ് സി എഴുതണം. ഇൻ ടേംസ് ഓഫ് സി. മക്കളെ പറ, സി എന്ന് പറഞ്ഞാൽ ഇവിടെ റിയാക്റ്റന്റ് ആണോ പ്രൊഡക്റ്റ് ആണോ? സി എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ആണ്. അപ്പൊ പ്രൊഡക്റ്റ് ആകുമ്പോൾ മൈനസ് വേണോ പ്ലസ് വേണോ? പ്ലസ് വേണം. ശരിയല്ലേടാ? പ്ലസ് വേണം. ഇവിടെ 3 കണ്ടാൽ നമ്മളിവിടെ 1/3 എന്ന് എഴുതണം. ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി? സോറി, ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എ അല്ല, ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് സി ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. സിയുടെ ടൈമിലാണല്ലോ നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒരു കെമിക്കൽ റിയാക്ഷൻ ഞാൻ തന്നു, അതിൻ്റെ റേറ്റുകൾ എഴുതേണ്ട രൂപവും ഞാൻ കാണിച്ചു തന്നു. വീഡിയോ പോസ് ചെയ്തിട്ട് ഈ കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് കാണാനുള്ള 3 ഇക്വേഷൻസും ഒന്ന് മനസ്സിലാക്കിയിട്ട് എഴുതി വെക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട പണി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. വീഡിയോ പോസ് ചെയ്തിട്ട് എഴുതി വെക്കുക. എഴുതി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇനി ഞാൻ പറയുന്നത് കണ്ടിന്യൂ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇത് എഴുതി കഴിഞ്ഞിട്ടുണ്ടായിരിക്കണം. ബി എന്ന് പറയുന്ന ഒരു കെമിക്കൽ റിയാക്ഷൻ ഞാൻ ബോർഡിൽ തരുന്നുണ്ട്. 2A gives half B plus 3/2C. കെമിക്കൽ റിയാക്ഷൻ നോക്കിയേ. 2A gives half B plus 3/2C.
മക്കളെ ഒന്ന് എണ്ണിക്കേ, എത്ര റിയാക്റ്റൻ്റ് ഉണ്ട്, എത്ര പ്രൊഡക്റ്റ് ഉണ്ട് എന്നൊന്ന് എണ്ണിക്കേ. 1 2 3. അപ്പോൾ എ എന്ന് പറയുന്ന ആൾ റിയാക്റ്റൻ്റ് ആണ്, ബി എന്ന് പറയുന്ന ആളും സി എന്ന് പറയുന്ന ആളും പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ റിയാക്റ്റൻറ്റും പ്രൊഡക്റ്റും കൂട്ടി 3 ആളുള്ളത് കൊണ്ട് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ഇവിടെ 3 ഇക്വേഷൻസ് ഉണ്ടാകും. നിങ്ങൾ ചെയ്യേണ്ട പണി സ്വന്തമായിട്ട് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് സാധ്യതയുള്ള റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോസിബിൾ ആയ 3 ഇക്വേഷൻസ് ഒന്ന് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യും. ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീഡിയോ കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്തുക. ഇത് ഞാൻ ആൻസറാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ സ്വന്തമായിട്ട് ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്നാമത്തെ റേറ്റ് ഇൻ ടേംസ് ഓഫ് എ ആണ്. എ റിയാക്റ്റൻ്റ് ആയതുകൊണ്ട് മൈനസ്, ഇവിടെ 2 ആയതുകൊണ്ട് 1/2 ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. ഡീൽ. രണ്ടാമത്തെ റേറ്റ് കാണാനുള്ള ഇക്വേഷൻ പ്ലസ് വേണം. പ്ലസ് എന്തുകൊണ്ട്? പ്രൊഡക്റ്റ് ആണ്, ബിയുടെ ടേമിലാണ് പറയുന്നത്. 1/2 ആണ് സ്റ്റോയിയോമെട്രിക് കോഎഫിഷ്യന്റ്. തിരിച്ചിട്ടാൽ അത് 2 എന്നാകും. 1/2 തിരിച്ചിടുക, അപ്പൊ 2 എന്നാകും. ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ബി ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. നെക്സ്റ്റ് റേറ്റ് ഇൻ ടേംസ് ഓഫ് സി. സി എന്നത് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് പ്ലസ് വേണം. 3/2 ആണ് സ്റ്റോയിയോമെട്രിക് കോഎഫിഷ്യന്റ്. റെസിപ്രോക്കൽ എടുത്താൽ 2/3 ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് സി ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. വളരെ സിമ്പിൾ ആണ്. സി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇതേ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇത് ശരിയായിട്ടില്ലെങ്കിൽ അടുത്തത് ശ്രദ്ധിക്കുക, എന്താണ് തെറ്റ് എന്നുള്ളതിൽ ഫോക്കസ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇക്വേഷൻ ആണ് N2 + 3H2 gives 2NH3. നമ്മൾ അതിനെ ഹേബർ പ്രോസസ് എന്നും പേര് വിളിക്കും. എന്താ പേര് വിളിക്കുക? ഹേബർ പ്രോസസ്. ശരിയല്ലേടാ? അപ്പൊ ഹേബർ പ്രോസസ്സിന്റെ റേറ്റ് കാണാൻ എത്ര ഇക്വേഷൻ ഉണ്ടാകും? 3 ഇക്വേഷൻ ഉണ്ടാകും. ഒന്നാമത്തെ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് നൈട്രജൻ, രണ്ടാമത്തെ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് ഹൈഡ്രജൻ, മൂന്നാമത്തെ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് അമോണിയ. വീഡിയോ പോസ് ചെയ്യുക, 3 ഒന്ന് എഴുതി വെക്കുക. എഴുതി കഴിഞ്ഞതിന് ശേഷം കണ്ടിന്യൂ ചെയ്യുക. ഞാൻ ഇനി പറയുന്നത് ആൻസർ ആണ്. വീഡിയോ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ നീ ഇതിന്റെ ആൻസർ ഒന്ന് ട്രൈ ചെയ്യണം. മൈനസ് ഓഫ് DN2 ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് നൈട്രജൻ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. റേറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് 1/3 ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. ആൻഡ് ദി ലാസ്റ്റ് വൺ റേറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് 1/2 ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് അമോണിയ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. ഞാൻ കൂടുതൽ കഥയൊന്നും പറയാൻ ഇവിടെ നിന്നിട്ടില്ല. നേരത്തെ പറഞ്ഞതിനേക്കാൾ പുതിയതൊന്നും എനിക്ക് പറയാനുമില്ല. റിയാക്റ്റന്റുകൾക്ക് മൈനസ് കൊടുക്കണം, പ്രൊഡക്റ്റിന് പ്ലസ് കൊടുക്കണം. സ്റ്റോയിയോമെട്രിക് കോഎഫിഷ്യന്റ് ഉണ്ടെങ്കിൽ ഉണ്ടാകും. അതെന്തായാലും 1 ആണെങ്കിൽ നോക്കണ്ട, ബാക്കിയുള്ളത് റെസിപ്രോക്കൽ ആക്കിയിട്ട് എഴുതണം. ബാലൻസ് ഉള്ളത് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. ഇങ്ങനെ എഴുതി പഠിച്ചാൽ ദിസ് ഈസ് ഇക്വേഷൻസ് ടു കാൽക്കുലേറ്റ് റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. നമുക്കിനി ഇതിൽ നിന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക, എന്തൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരിക എന്നതിലേക്ക് പോകാം. അതിനു മുമ്പ് ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ടൊന്ന് നോട്ടൊക്കെ ഒന്ന് വായിച്ചൊന്ന് റെഡിയാക്കി സെറ്റാക്കി വെച്ച് എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ മക്കളെ, ഒരു ക്വസ്റ്റ്യൻ എഴുതി തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം നമുക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. യൂണിറ്റ് ഓഫ് റേറ്റ് ഓഫ് റിയാക്ഷൻ. യൂണിറ്റ് ഓഫ് റേറ്റ് ഓഫ് റിയാക്ഷൻ. റേറ്റ് ഓഫ് റിയാക്ഷനെ കുറിച്ച് ആണല്ലോ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയൊക്കെ അതിനെ കാൽക്കുലേറ്റ് ചെയ്യാം, അതിൻ്റെ ഒരു യൂണിറ്റ് ഉണ്ടാവുമല്ലോ. യൂണിറ്റ് ആണ് നമ്മൾ പഠിക്കേണ്ടത്. നോക്കി വെച്ചോ, മോൾസ് പെർ ലിറ്റർ പെർ സെക്കൻഡ്. എഴുതിക്കേടാ, മോൾസ് പെർ ലിറ്റർ പെർ സെക്കൻഡ്. എന്താണ് യൂണിറ്റ്? മോൾസ് പെർ ലിറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, മോൾസ് പെർ ലിറ്റർ പെർ സെക്കൻഡ് ആണ് യൂണിറ്റ്. ചിലപ്പോൾ ഇങ്ങനെ കാണാം, മോൾസ് പെർ ലിറ്റർ പെർ മിനിറ്റ് കാണാം. എടാ, പെർ സെക്കൻഡ്, ഒരു സെക്കൻഡിൽ എത്ര മോൾസ് പെർ ലിറ്റർ ചേഞ്ച് ചെയ്യുന്നു അങ്ങനെ പറയാം, അല്ലെങ്കിൽ മിനിറ്റിൽ പറയാം. അപ്പൊ സെക്കൻഡിലാണോ മിനിറ്റിലാണോ രണ്ടും ശരിയാണ്. എന്തിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്ന് നമ്മൾ ശരിക്കും ഒന്ന് മനസ്സിലാക്കി വെക്കണം. അപ്പൊ എന്ത് 2 യൂണിറ്റ് ഉണ്ട്, ഏതൊക്കെയാണ് എഴുതിക്കോ. ഒന്ന് മോൾസ് പെർ ലിറ്റർ പെർ സെക്കൻഡ്, 2 മോൾസ് പെർ ലിറ്റർ പെർ മിനിറ്റ്. ഇനി മിനിറ്റ് മാറി അവർ ആയാലും തെറ്റൊന്നുമില്ല, പക്ഷെ അങ്ങനെ ക്വസ്റ്റ്യൻ കാണാറില്ല. ഓക്കെ, അപ്പോടാ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ. ഒരാളുടെ ഒരു കെമിക്കൽ റിയാക്ഷന്റെ റേറ്റ്, സ്പീഡ് എക്സ് ആണെന്ന് വിചാരിക്കും. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത സ്പീഡ് കിട്ടിയപ്പോൾ അതിൻ്റെ വാല്യൂ എക്സ് ആണെന്ന് വിചാരിക്കും. ആ വാല്യൂ നമുക്ക് കിട്ടിയത് മോൾസ് പെർ ലിറ്റർ പെർ സെക്കൻഡിലാണ്. നിന്നോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചത് മോൾസ് പെർ ലിറ്റർ പെർ മിനിറ്റിലാണ്. ഓർത്ത് വെച്ചോളണേ മക്കളെ. അപ്പോൾ മോൾസ് പെർ ലിറ്റർ പെർ സെക്കൻഡിൽ ഒരാളുടെ വാല്യൂ, റേറ്റിൻ്റെ വാല്യൂ എക്സ് ആണെങ്കിൽ അത് മോൾസ് പെർ ലിറ്റർ പെർ മിനിറ്റിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യും? ആ എക്സിനെ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓർത്ത് വെക്കുക.
അപ്പോൾ മോൾസ് പെർ ലിറ്റർ പെർ സെക്കൻഡിൽ കിട്ടിയ വാല്യൂവിനെ മോൾസ് പെർ ലിറ്റർ പെർ മിനിറ്റിലേക്ക് മാറ്റാൻ കിട്ടിയ വാല്യൂവിനെ 60 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ മതി. സിമ്പിളാണ്, ക്വസ്റ്റ്യൻ തരാം. തിരിച്ചും ചോദിക്കാട്ടോ, മോൾസ് പെർ ലിറ്റർ പെർ മിനിറ്റിൽ കിട്ടിയ വാല്യൂവിനെ മോൾസ് പെർ ലിറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയാകും. നേരെ ഓപ്പോസിറ്റ് ആണല്ലോ. അപ്പോൾ പെർ സെക്കൻഡിൽ നിന്ന് പെർ മിനിറ്റിലേക്ക് മാറ്റാൻ ഇൻറ്റു 60, തിരിച്ച് പെർ മിനിറ്റിൽ നിന്ന് പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ ഡിവൈഡഡ് ബൈ 60. നോക്കി കണ്ടും ചെയ്താൽ മതി. എങ്ങനെയെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ക്വസ്റ്റ്യൻ എഴുത്. ക്വസ്റ്റ്യൻ ഡ്യൂറിങ് ഹേബർ പ്രോസസ്. ഡ്യൂറിങ് ഹേബർ പ്രോസസ് എഴുതിയടാ. ഡ്യൂറിങ് ഹേബർ പ്രോസസ്, ഹേബർ പ്രോസസ്സിൻ്റെ ഇടയിൽ എന്നല്ലേ അർത്ഥം. ഡ്യൂറിങ് ഹേബർ പ്രോസസ് കോൺസെൻട്രേഷൻ ഓഫ് നൈട്രജൻ, കോൺസെൻട്രേഷൻ ഓഫ് നൈട്രജൻ, കോൺസെൻട്രേഷൻ ഇംഗ്ലീഷിൽ നീട്ടി വലിച്ച് എഴുതിയാലും കുഴപ്പമില്ല, ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. കോൺസെൻട്രേഷൻ ഓഫ് നൈട്രജൻ ചേഞ്ച്ഡ് ഫ്രം 4 into 10 raised to, സോറി ഒരു മിനിറ്റ്, ഇങ്ങനെ എഴുതിക്കോ, 0.4 moles per liter, 0.4 moles per liter to 0.1 moles per liter, 0.1 moles per liter, 0.1 moles per liter in 15 seconds. In 15 seconds. In 15 seconds. Full stop ഇട്ടിട്ട് calculate rate of reaction in moles per liter per minute. Moles per liter per minute. നോക്കാം മക്കളെ, ക്വസ്റ്റ്യൻ ബോർഡിലുണ്ട്. എഴുതി കഴിഞ്ഞിട്ടില്ലാത്തവരൊന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് എഴുതി വെച്ചോ. എഴുതി കഴിഞ്ഞതിന് ശേഷം കണ്ടിന്യൂ ചെയ്യുക. ആൻസർ എന്ന് പറഞ്ഞ് ആദ്യം നമുക്ക് ഹേബർ പ്രോസസ്സ് എന്ന് എഴുതാം. ഹേബർ പ്രോസസ്സ് എന്താണ്? N2 + 3H2 gives 2NH3. മിക്കവാറും കെമിക്കൽ റിയാക്ഷൻസ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രൊവൈഡ് ചെയ്യും. പക്ഷേ ഹേബർ പ്രോസസ്സ് ഒന്നും നിങ്ങൾ അങ്ങനെ പ്രൊവൈഡ് ചെയ്യണമെന്ന് നിർബന്ധം പിടിക്കരുത്. ഇനി അത് പ്രൊവൈഡ് ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾക്കത് അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷനാണ്. കാണാതെ പഠിക്കണം. N2 + 3H2 gives 2NH3. നോക്കിയടാ, റേറ്റ് കാണാൻ ഇവിടെ 3 ഇക്വേഷൻ എഴുതാൻ പറ്റൂലേ? നേരത്തെ ഞാൻ പഠിപ്പിച്ചതല്ലേ റേറ്റ് കാണാൻ 3 ഇക്വേഷൻ എഴുതാന്ന്. പൊന്നു മക്കളെ, റേറ്റ് കാണാൻ 3 ഇക്വേഷൻ എഴുതാൻ പറ്റുമെങ്കിലും ഇവിടെ നമ്മൾ 1 എഴുതിയാൽ മതി. അതെന്താ? ഇവിടെ നമ്മുടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ നൈട്രജന്റെ അളവിനെ കുറിച്ച് മാത്രമല്ലേ പറയുന്നുള്ളൂ. ഇവിടെ നൈട്രജനും ഹൈഡ്രജനും അമോണിയൊക്കെ ഉണ്ട്, പക്ഷേ നൈട്രജനെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. അപ്പോൾ റേറ്റ് കാണാൻ നൈട്രജന്റെ അളവിൽ എങ്ങനെയാണ് ചേഞ്ച് വരുന്നത് എന്ന് മാത്രം നോക്കിയാൽ മതി. നൈട്രജന്റെ ടേമിൽ മാത്രം റേറ്റിൽ ഇക്വേഷൻ എഴുതിയാൽ മതി. നമ്മൾ 3 എണ്ണം എഴുതാം എന്നാ പറഞ്ഞത്, 3 കൂടി എഴുതണം എന്നല്ല, ഏതെങ്കിലും 1 എഴുതിയാൽ മതി. അതിന് ഏതാണ് എഴുതേണ്ടതെന്ന് എങ്ങനെ കണ്ടെത്തും? ക്വസ്റ്റ്യനിൽ ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന് നോക്കിയാൽ മതി. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് നൈട്രജനെ കുറിച്ചാണ് സംസാരം എന്നതുകൊണ്ട് നൈട്രജന്റെ ടേമിൽ റേറ്റ് കാണാനുള്ള ഇക്വേഷൻ -dN2 / dt ആണെന്ന് നമുക്കറിയാം. ശരിയല്ലേടാ? ആ വാല്യൂസ് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഈസ് ഈക്വൽ ടു മൈനസ് അവിടെ 2. ഇതെങ്ങനെയാടാ വായിക്കുക? ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് നൈട്രജൻ അല്ലേ? എടാ, ചേഞ്ച് എന്ന് പറഞ്ഞാൽ വലുതിൽ നിന്ന് ചെറുത് കുറക്കലാണോ, ചെറുതിൽ നിന്ന് വലുത് കുറക്കലാണോ ചേഞ്ച്? വലുതിൽ നിന്ന് ചെറുത് കുറക്കലാണോ, ചെറുതിൽ നിന്ന് വലുത് കുറക്കലാണോ ചേഞ്ച്? ഇപ്പൊ നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവോ വലുതിൽ നിന്ന് ചെറുത് എന്നാ? അങ്ങനെയൊന്നുമില്ല. ശരിക്കും പഠിച്ചു വെച്ചോ. ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഓൾവേസ് ഫൈനലിൽ നിന്ന് ഇനീഷ്യലാണ് കുറയ്ക്കേണ്ടത്. ഫൈനൽ മൈനസ് ഇനീഷ്യൽ ആണ് ചേഞ്ച്. അത് വലുതാണോ ചെറുതാണോ എന്നൊന്നും നോട്ടില്ല. ഒന്ന് ആലോചിച്ചേടാ, കോൺസെൻട്രേഷൻ ഓഫ് നൈട്രജൻ 0.4 നിന്ന് 0.1 ആയിട്ട് മാറി. അപ്പൊ ഇവിടെ ഫൈനൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 0.1 അല്ലേ? 0.4 0.1 ആയി മാറി. അപ്പൊ ഫൈനൽ എത്രയാണ്? 0.1. അതാണ് ആദ്യം എഴുതേണ്ടത്. 0.1 മൈനസ് ഇനീഷ്യൽ വാല്യൂ, ഫൈനൽ മൈനസ് ഇനീഷ്യൽ. ഇനീഷ്യലി അത് എത്രയായിരുന്നു ഉണ്ടായിരുന്നത്? 0.4 ഡിവൈഡഡ് ബൈ അതിനെത്ര സമയം എടുത്തു? അതിനെത്ര സമയമാണ് എടുത്തത്? 15 സെക്കൻഡ്സ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം 15 സെക്കൻഡ്സ്. ശരിയല്ലേ? ആൻസർ ദേ ഞാനൊന്ന് ഇവിടെ വരയിട്ടിട്ട് മുകളിലോട്ട് എഴുതുന്നുണ്ട്, സ്പേസ് കഴിഞ്ഞത് കൊണ്ട്. മോൻ ഇവിടെ ഒരു മൈനസ് ഇല്ലേ? ഉണ്ട്, മൈനസ് 0.1 നിന്ന് 0.4 മൈനസ് ചെയ്താൽ എത്ര വരും?
0.1 നിന്ന് 0.4. അപ്പം ചെറുതിൽ നിന്ന് വലുതാ കുറക്കണേ, അതുകൊണ്ട് ആൻസർ -0.3 എന്ന് വരും. ശരിയല്ലടാ? 0.1 നിന്ന് 0.4 ആണ് മൈനസ് ചെയ്യുന്നത്. വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം ഇടുക എന്നൊക്കെ കാലങ്ങളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. -0.3 ഡിവൈഡഡ് ബൈ 15. എടാ മോനെ, ഇവിടെ ഒരു മൈനസ് ഇല്ലേ, ഇവിടെ ഒരു മൈനസ് ഇല്ലേ, രണ്ട് മൈനസുകൾ പ്ലസ് ആയി മാറും. അപ്പോ ഉള്ളിലുണ്ടായി വരാനിരിക്കുന്ന മൈനസിനെ ക്യാൻസൽ ചെയ്യാനാണ് ഓൾറെഡി റിയാക്റ്റന്റിന്റെ ടേമിൽ എഴുതുമ്പോൾ നമ്മൾ ഒരു മൈനസ് ആദ്യമേ കാത്തു സൂക്ഷിച്ചത്. ഇപ്പൊ മനസ്സിലായോ? ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം, റിയാക്റ്റന്റിന്റെ ടേമിൽ എഴുതുമ്പോൾ മൈനസ് കൊണ്ട് തുടങ്ങണം. എന്തുകൊണ്ട്? ഈ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ ഉള്ളിലൊരു മൈനസ് ഉണ്ടാകും, ആ മൈനസ് ക്യാൻസൽ ചെയ്ത് പോവാനാണ്. എനിവേ 0.3 ഡിവൈഡഡ് ബൈ 15 ആണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേടാ. എടാ ഇത് 30 ആണെന്ന് വിചാരിച്ചേ. 30/15 ആയിരുന്നെങ്കിൽ, എടാ 30/15 ആയിരുന്നെങ്കിൽ ആൻസർ 2 ആവുക അല്ലെ? 30/15 ആയിരുന്നെങ്കിൽ 30 ഡിവൈഡഡ് ബൈ 15 ആണെങ്കിൽ ആൻസർ 2 ആകും അല്ലെ? അപ്പൊ ഇതിൽ നിന്നൊരു 0 അങ്ങോട്ട് കുറച്ചു, അപ്പൊ 3/15 ആയി. അപ്പൊ ആൻസർ 0.2 ആകും. ഇനി ഒരു പോയിന്റ് കൂടി ഞാൻ ഇപ്പുറത്തേക്ക് ഇട്ടു, അപ്പൊ ഒരു പോയിന്റ് കൂടി ഇപ്പുറത്തേക്ക് മാറും, അപ്പൊ 0.02 ആകും. ദാറ്റ് ഈസ് ആൻസർ 0.02. ഓർത്തു വെക്കുക. എങ്ങനെയാണ് ആ കാൽക്കുലേറ്റ് ചെയ്തത്? കാൽക്കുലേറ്റർ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ സിമ്പിളാണ്. 0.3/15 കാണുമ്പോൾ തന്നെ മനസ്സിലാകും മുകളിൽ 3 ആണ്, 30 ബന്ധമുണ്ട്. മറച്ചു പിടിക്കുക, എന്നിട്ട് അവിടെ 30 ആണെന്ന് വിചാരിക്കുക. 30 ആയിരുന്നെങ്കിൽ 2 ആയേനെ. 30 അല്ല, ഇവിടെ ഒരു 0.3 ആണ്. അപ്പൊ അതിന്റെ ഒരു പൊസിഷൻ ഡിഫറൻസ്, പോയിന്റിലുള്ള ഡിഫറൻസ് 2 പൊസിഷനാണ്. 30നെ 0.3 ആക്കാൻ 2 പൊസിഷൻ പോയിന്റ് ഇപ്പുറത്തേക്ക് ഇടണം. അപ്പൊ കിട്ടുന്ന ആൻസറിലും 2 പൊസിഷൻ ഇപ്പുറത്തേക്ക് പോയിന്റ് ഇടണം. ആൻസർ 0.02. അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിച്ച് തല ബുദ്ധിമുട്ടാക്കണ്ട. അറിയില്ലെങ്കിൽ കാൽക്കുലേറ്ററിനോട് ചോദിക്കുക. പബ്ലിക് എക്സാമിന് അത് മതി, എൻട്രൻസിന് അത് പോരാ. നിങ്ങളുടെ കാൽക്കുലേഷൻ സ്കില്ല് നിങ്ങൾ വർദ്ധിപ്പിച്ചേ തീരൂ. എനിവേ, ഇതിന്റെ യൂണിറ്റ് ഒന്ന് എഴുതി നോക്കടാ. യൂണിറ്റ് മോൾസ് പെർ ലിറ്റർ പെർ സെക്കൻഡ് ആണ്. അതെങ്ങനെ മനസ്സിലായത്? മോൾസ് പെർ ലിറ്റർ എല്ലായിടത്തും ഉണ്ട്. സെക്കൻഡ് ഇവിടെ 15 സെക്കൻഡ് എന്നല്ലേ ക്വസ്റ്റ്യനിൽ തന്നത്. ആ വാല്യൂവിനെ ഒന്നും ചെയ്യാതെ നമ്മളിവിടെ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ലേ ചെയ്തത്. അപ്പം അതുകൊണ്ട് മോൾസ് പെർ ലിറ്റർ പെർ സെക്കൻഡിനാണ് ഇപ്പം നമുക്ക് ആൻസർ കിട്ടിയത്. പക്ഷെ ക്വസ്റ്റ്യനിൽ നിന്നോട് മോൾസ് പെർ ലിറ്റർ പെർ മിനിറ്റിൽ ചെയ്യണം എന്ന് നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെ മോൾസ് പെർ ലിറ്റർ പെർ മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഞാൻ നേരത്തെ തന്നു. മോൾസ് പെർ ലിറ്റർ പെർ സെക്കൻഡിൽ കിട്ടിയ സാധനത്തെ മോൾസ് പെർ ലിറ്റർ പെർ മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കിട്ടിയ സാധനത്തിനെ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ കിട്ടിയ വാല്യൂ എത്രയാണ്? 0.02. അതിന് 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടിയ സാധനം മോൾസ് പെർ ലിറ്റർ പെർ മിനിറ്റ് ആയി മാറും. ശരിയല്ലടാ? ഇനിയിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യണം. കാൽക്കുലേറ്റ് ചെയ്യലൊക്കെ ഞാൻ നിങ്ങൾക്ക് വിട്ടു തരികയാണ്. 60 × 0.2. അപ്പോൾ ഇവിടെ നിന്നൊരു 0 പോയാൽ 6 × 0.2 എന്നായി. 6 × 0.2 എന്നായാൽ 1.2 മോൾസ് പെർ ലിറ്റർ പെർ മിനിറ്റ് ആയി. മോൾസ് പെർ ലിറ്റർ പെർ മിനിറ്റ്. ദിസ് ഇസ് ഫൈനൽ ആൻസർ. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യുക. വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ ചിലപ്പോൾ കാണാൻ സമയമെടുക്കും. അതുകൊണ്ട് ഡയറക്റ്റായിട്ട് വിളിക്കുക. എന്നെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ ഞാൻ നിങ്ങളെ സഹായിക്കും. ഓക്കെ, അപ്പോൾ ഒന്ന് വൃത്തിയായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതിയെടുക്കണം. മുകളിൽ പറഞ്ഞതൊക്കെ നിങ്ങൾ എഴുതിയെടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മക്കളെ, വൃത്തിയായിട്ട് എഴുതിയെടുക്കണം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത് കൈയക്ഷരം നന്നാവണം എന്നല്ല. ഈ സാധനം നോക്കാതെ, സ്ക്രീനിൽ നോക്കാതെ ഒറ്റക്കൊന്ന് ചെയ്തു നോക്കുക. എന്നിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം വീഡിയോ ഒന്ന് കണ്ട് സംഭവം റെഡിയാക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. നമുക്കിതുപോലെ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ മക്കളെ, നമുക്കിതുപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ ചെയ്തു നോക്കാം. കുറച്ചുകൂടെ ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. എഴുതിക്കോളൂ. 2a + b gives ½ C. ഈ കെമിക്കൽ റിയാക്ഷൻ എഴുതി. ഒരു ക്വസ്റ്റ്യൻ ആണ്. ആദ്യം ഒരു കെമിക്കൽ റിയാക്ഷൻ തന്നിട്ടുണ്ട്. 2a + b gives ½ C. എന്നിട്ട് എഴുതുക concentration of A changed from 0.75 molar to 0.5 molar in 50 seconds. ഓക്കെ, ഇൻ 50 സെക്കൻഡ്സ്. 50 സെക്കൻഡിൽ എയുടെ കോൺസെൻട്രേഷൻ 0.75 മോളാറിൽ നിന്ന് 0.5 മോളാറിലേക്ക് മാറി. സബ് ക്വസ്റ്റ്യൻ എ, കാൽക്കുലേറ്റ്
കാൽക്കുലേറ്റ് റേറ്റ് ഓഫ് റിയാക്ഷൻ. സബ് ക്വസ്റ്റ്യൻ ബി, കാൽക്കുലേറ്റ്, ഒരു പുതിയ കാര്യമാണ്, ഞാൻ ഈ ക്വസ്റ്റ്യനിലൂടെ പഠിപ്പിക്കാം എന്ന് ഉദ്ദേശിച്ച കാര്യമാണ്, റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ്. റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് ബി. ഒരു മിനിറ്റ്. റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് എ എഴുതാദ്യം. റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് എ. സബ് ക്വസ്റ്റ്യൻ സി, കാൽക്കുലേറ്റ് റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് ബി. സബ് ക്വസ്റ്റ്യൻ ഡി, കാൽക്കുലേറ്റ് റേറ്റ് ഓഫ് appearance of C. റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് സി. അപ്പോൾ മക്കളെ, നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്യാൻ പോവാണ്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കിക്കേ. ഒരു കെമിക്കൽ റിയാക്ഷൻ തന്നിട്ടുണ്ട്. അതിൽ എയുടെ കോൺസെൻട്രേഷൻ 50 സെക്കൻഡിൽ ഇത്ര സമയം കൊണ്ട് ഇത്ര അളവിൽ മാറി. റേറ്റ് കാണണം. റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് എ, റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് ബി, റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് സി, ഇതെല്ലാം കാണണം. ഈ 3 സാധനം നിങ്ങളെ ഞാൻ തിയറി ആയിട്ട് പഠിപ്പിച്ച് തന്നിട്ടില്ല. അപ്പോൾ അതിനെ എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്, അതെന്താണ് അതിൽ പഠിക്കാനുള്ളത് എന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇതിൽ അതങ്ങോട്ട് തീരും. മോനെ ഒന്ന് ആ വാക്കിലൊന്ന് നോക്കിക്കേ. ഡിസപ്പിയറൻസ് അപ്പിയറൻസ്. എന്താ കാര്യം? എ എന്ന് പറയുന്ന ആളും ബി എന്ന് പറയുന്ന ആളും റിയാക്റ്റൻ്റ് ആണ്. അപ്പോൾ അതിങ്ങനെ കുറഞ്ഞു വരില്ലേ ചെയ്യുക. റിയാക്റ്റൻ്റ് കുറയും, പ്രൊഡക്റ്റ് കൂടും. അപ്പോൾ റിയാക്റ്റന്റുകൾ കുറയുക എന്ന് പറഞ്ഞാൽ ഡിസപ്പിയർ ചെയ്യാണ്. അതിനെയാണ് നമ്മൾ ഡിസപ്പിയറൻസ് എന്ന് പേര് വിളിച്ചത്. പ്രൊഡക്റ്റ് ഇങ്ങനെ കൂടി വരികയാണ്, അതുകൊണ്ടാണ് നമ്മൾ അപ്പിയറൻസ് എന്നും പേര് വിളിച്ചത്. എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതിന് മുമ്പ് ഇവിടെ യൂണിറ്റ് കണ്ടോ നിങ്ങൾ? 0.75 മോളാറാണ്. നേരത്തെ ക്വസ്റ്റ്യനിൽ മോൾസ് പെർ ലിറ്റർ ആണ്. ഒന്നും പേടിക്കണ്ട, ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മോളാർ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്തുതന്നെയാണ്? മോൾസ് പെർ ലിറ്റർ എന്ന് തന്നെയാണ്. അതുകൊണ്ട് മോളാറിൽ തന്നാൽ എന്ത് ചെയ്യണം എന്നൊന്നും പേടിക്കണ്ട. ഇനി അഥവാ ക്വസ്റ്റ്യനിൽ മോളാർ എന്ന് കണ്ടാലും ക്യാപിറ്റൽ ലെറ്റർ എം കണ്ടാലും ഓർത്ത് വെച്ചോ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മോൾസ് പെർ ലിറ്റർ എന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ആൻസർ കാണാൻ പോകും. സബ് ക്വസ്റ്റ്യൻ എയുടെ ആൻസർ കാണാൻ പോവാണ്. കാൽക്കുലേറ്റ് റേറ്റ് ഓഫ് റിയാക്ഷൻ. എടാ മോനെ, റിയാക്ഷൻ്റെ റേറ്റ് കാണാൻ ഇവിടെ നമുക്ക് 3 ഇക്വേഷൻ എഴുതാൻ പറ്റും. പക്ഷെ നമുക്ക് ക്വസ്റ്റ്യനിൽ ഡാറ്റ തന്നിട്ടുള്ളത് എയുടെ ടേമിലാണ്. അപ്പോൾ റേറ്റ് കാണാനുള്ള ഇക്വേഷൻ എങ്ങനെയായിരിക്കും? എ എന്നത് റിയാക്റ്റൻ്റ് ആണ്, മൈനസ് സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യൻ്റ് ഉണ്ട്, അപ്പോൾ 1/2 അല്ലേ? സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യൻ്റ് 2 ആയതുകൊണ്ട് 1/2 ഇൻറ്റു ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. റെഡി അല്ലേടാ? ദാറ്റ് ഈസ് ഈക്വൽ ടു, മോനെ വാല്യൂസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. -1/2 എയുടെ കോൺസെൻട്രേഷൻ, എയുടെ അളവിൽ വന്ന മാറ്റം 0.75 0.5 ആയി. അപ്പൊ ചേഞ്ച് എങ്ങനെയാ കാണാ? ഫൈനൽ മൈനസ് ഇനീഷ്യൽ അല്ലേ? ഫൈനൽ എത്രയാണ്? 0.5 മൈനസ് ഇനീഷ്യൽ 0.75 ഡിവൈഡഡ് ബൈ അതിനെടുത്ത സമയം 50. ശരിയല്ലേടാ? ഇത് നോക്കിക്കോട്ടാ. ഈ 1/2 അവിടെ തന്നെ കിടക്കട്ടെ. ഈ മൈനസ് എവിടെ പോയി ഞാൻ കാണിച്ചു തരാം. 0.5 നിന്ന് 0.75 മൈനസ് ചെയ്താൽ -0.25 വരും. ശരിയല്ലടാ? 0.5 നിന്ന് 0.75 അങ്ങോട്ട് മൈനസ് ചെയ്താൽ -0.25 വരും. ആ മൈനസും ഇവിടെ ഉള്ള മൈനസും തമ്മിൽ അങ്ങോട്ട് പ്ലസ് ആയി പോയി. അപ്പം ഇനി എവിടെയും മൈനസ് ഇല്ല. ബാക്കി എന്തുണ്ടാകും? 0.25 ഡിവൈഡഡ് ബൈ 50. ഇങ്ങനെയല്ലേ ഉണ്ടാവുക? ഒന്ന് ആലോചിച്ച് ചോദിക്കടാ. ഇത് മുകളിൽ 0.25 ഡിവൈഡഡ് ബൈ 2 × 50 100. എടാ താഴെ 100 എന്ന് വന്നാൽ 0.25 ഇൻറ്റു 10⁻⁻² എന്നാക്കിക്കൂടെ? താഴെയുള്ള 100നെ മുകളിലേക്ക് കൊണ്ടുവന്നു 10⁻². ഒന്നുകൂടെ വൃത്തിയുള്ള ഭാഷയിൽ പറഞ്ഞാൽ ഈ പോയിന്റിനെ ഞാൻ ഇപ്പുറത്തേക്ക് ഇട്ടാൽ 2.5 ഇൻറ്റു 10⁻³ അങ്ങനെയല്ലേ കറക്റ്റ് ആൻസർ വരിക? 0.25 ഇൻറ്റു 10⁻² ആണ്. ഒരു പോയിന്റ് ഞാൻ റൈറ്റ് സൈഡിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ 10⁻² എന്നുള്ളത് ഒരു വാല്യൂ കൂടി കൂടും, 10⁻³ ആകും. യൂണിറ്റ് നോക്കിയടാ. യൂണിറ്റ് എന്താണ്? മോൾസ് പെർ ലിറ്റർ പെർ സെക്കൻഡ്. കാരണം ഇവിടെ തന്നിരിക്കുന്നത് സെക്കൻഡിലാണ്. അല്ല സാറേ, ഇവിടെ മോൾസ് പെർ ലിറ്റർ അല്ലല്ലോ, മോളാർ അല്ലേ? അപ്പോൾ ഇവിടെ മോളാർ എന്ന് എഴുതണ്ടേ? എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതാണ്, മോളാർ എന്നത് മോൾസ് പെർ ലിറ്ററിന് പകരമാണ്. അതുകൊണ്ട് ഇവിടെ മോൾസ് പെർ ലിറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അത് സത്യമാണ്. ഇപ്പോൾ നമുക്ക് കിട്ടിയതാണ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. പൊന്നുമക്കളെ, സബ് ക്വസ്റ്റ്യൻ എയുടെ വാല്യൂ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കാണാൻ പറ്റും. നിങ്ങൾ നേരത്തെ ചെയ്ത് പഠിച്ചത് തന്നെയാണ്. ഇനിയാണ് നമ്മുടെ പുതിയ ആള് സബ് ക്വസ്റ്റ്യൻ ബി.
അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് 2-3 കാര്യങ്ങൾ പറഞ്ഞുതരാം. എടാ, റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താന്ന് ഞാൻ ഇവിടെ ബ്രാക്കറ്റിൽ എഴുതി വെക്കുന്നുണ്ട്. നിങ്ങൾ നോട്ട്ബുക്കിന്റെ റൈറ്റ് സൈഡിലോട്ട് മാറ്റിയിട്ട് എഴുതണം. ബോർഡിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ എഴുതാത്തതാണ്. നോട്ട്ബുക്കിന്റെ റൈറ്റ് സൈഡിലോട്ട് മാറ്റിയിട്ട് എഴുതണം. റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് എ സിമ്പിൾ ആണ്. ഡിസപ്പിയറൻസ് ആണോ മൈനസ് ഇടുക, റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ആണോ മൈനസ് ഓഫ് എ ഡിവൈഡഡ് ബൈ ഡി ടി. ഈ സാധനത്തെ വിളിക്കുന്ന പേരാണ് റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് എ. കോൺസെൻട്രേഷൻ ഉണ്ട്, ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റ് ഉണ്ട്. ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് ബി എന്താണ്? മൈനസ് ഓഫ് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ബി ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. ഓക്കെ, റേറ്റ് ഓഫ് അപ്പിയറൻസ് ആണ്, അപ്പിയറൻസ്. അപ്പൊ മൈനസ് അല്ല, പ്ലസ് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് സി ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. അപ്പൊ നേരത്തെ സംസാരിച്ചതിൽ നിന്നുള്ള ഡിഫറൻസ്, എടാ നേരത്തെ ഈ സ്റ്റോയിഷിയോമെട്രിക് കോഎഫിഷ്യന്റ് ഇവിടെ 2 ഉണ്ടെങ്കിൽ 1/2 ആക്കണം, ഇവിടെ 1/2 ആണെങ്കിൽ അതിന് റെസിപ്രോക്കൽ 2 ആക്കണം എന്നൊക്കെ അല്ലേ നേരത്തെ സംസാരിച്ചേ. ഇവിടെ സ്റ്റോയിഷിയോമെട്രിക് കോഎഫിഷ്യന്റിന്റെ ചർച്ചയില്ല. ആ സ്റ്റോയിഷിയോമെട്രിക് കോഎഫിഷ്യന്റിനെ റെസിപ്രോക്കൽ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന സാധനം റേറ്റ് ഓഫ് റിയാക്ഷൻ ആണ്. ആ സ്റ്റോയിഷിയോമെട്രിക് കോഎഫിഷ്യന്റിനെ എടുക്കാതെ, പരിഗണിക്കാതെ വെറുതെ ഈ സ്റ്റോയിഷിയോമെട്രിക് കോഎഫിഷ്യന്റ് കിട്ടും അവിടെ മറച്ചു പിടിച്ചാൽ മൈനസ് ഡി എ ബൈ ഡി ടി എന്ന് മാത്രം കിട്ടൂലേ, അതിനെ വിളിക്കുന്ന പേരാണ് റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് എ. ഇവിടെ സ്റ്റോയിഷിയോമെട്രിക് കോഎഫിഷ്യന്റ് ഒന്നുമില്ല കണ്ടാ. അപ്പൊ ഇതിനെ പറയുന്ന പേരാണ് റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് എ. ഇതിനെ പറയുന്ന പേരാണ് റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് ബി. ഇതിനെ പറയുന്ന പേരാണ് റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് സി. സ്റ്റോയിഷിയോമെട്രിക് കോഎഫിഷ്യന്റ് പരിഗണിക്കണ്ട. അപ്പോഴാണ് റേറ്റ് ഓഫ് ഡിസപ്പിയറൻസും റേറ്റ് ഓഫ് അപ്പിയറൻസും കിട്ടുക. എപ്പോഴാണ് സ്റ്റോയിഷിയോമെട്രിക് കോഎഫിഷ്യന്റിനെ പരിഗണിക്കേണ്ടത്? റേറ്റ് ഓഫ് റിയാക്ഷൻ ചോദിച്ചാൽ കാൽക്കുലേറ്റ് റേറ്റ് ഓഫ് റിയാക്ഷൻ. എപ്പോഴാണ് സ്റ്റോയിഷിയോമെട്രിക് കോഎഫിഷ്യന്റിനെ പരിഗണിക്കേണ്ടാത്തത്? റേറ്റ് ഓഫ് ഡിസപ്പിയറൻസോ റേറ്റ് ഓഫ് അപ്പിയറൻസോ ചോദിച്ചാൽ. ഡീലാണല്ലോ. അപ്പൊ ഇനി ഒന്ന് നോക്കിക്കേടാ, നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? നമ്മുടെ റേറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ഈ ഇക്വേഷൻ, ഈ കാണുന്ന സാധനത്തെയാണ് ഞാൻ പറയുന്നത്. സബ് ക്വസ്റ്റ്യൻ ബി ആണ് ഞാൻ എഴുതുന്നത്. നോക്കിക്കേടാ, -1/2, അതൊന്നുകൂടെ എടുത്ത് എഴുതാണ്. -1/2 ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. അത് എത്രയാണെന്ന് അപ്പൊ നമുക്ക് കിട്ടിയത്, ഫൈനൽ ആൻസർ എത്രയാണെന്ന് കിട്ടിയത്? 2.5 × 10⁻² അല്ലെ കിട്ടിയത്. എന്നിട്ട് നിന്നോട് എന്താ ചോദിച്ചത്? കാൽക്കുലേറ്റ് റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് എ അല്ലേ ചോദിച്ചത്. അപ്പൊ അതെങ്ങനെയൊക്കെയാണ്? മൈനസ് ഡി എ ബൈ ഡി ടി. ഇതിൽ നിന്ന് മൈനസ് ഡി എ ബൈ ഡി ടി ഒന്ന് സെലക്ട് ചെയ്ത് ഈ കാണുന്ന സാധനമല്ലേ മൈനസ് ഡി എ ബൈ ഡി ടി. ഇപ്പൊ ഞാൻ ഈ കാണിച്ചേക്കുന്ന സാധനം. അപ്പൊ അതിൽ ആരാ ഔട്ടായത്? 1/2 അല്ലേ ഔട്ടായത്. ആ 1/2നെ നേരെ ഈക്വൽ ടുവിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. അഥവാ ഈ വട്ടത്തിനകത്ത് ഇട്ട സാധനം മൈനസ് ഡി എ ഡിവൈഡഡ് ബൈ ഡി ടി ഈസ് ഈക്വൽ ടു, അതിനെ മാത്രം ഞാൻ ഇവിടെ നിർത്തി. 1/2നെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി. 1/2നെ അങ്ങോട്ട് കൊണ്ടുപോയാൽ നേരെ തിരിഞ്ഞല്ലേ വരിക. 1/2 എന്നുള്ളത് 2 × 2.5 × 10⁻³ എന്നാകും. 10⁻³ അല്ലായിരുന്നു, 10⁻³ എന്നാകും. ശരിയല്ലേടാ. അപ്പൊ 2 × 2.5 എത്രയാടാ? 5 × 10⁻³ യൂണിറ്റിലൊന്നും ചേഞ്ച് ഇല്ല മോനെ, മോൾസ് പെർ ലിറ്റർ പെർ സെക്കൻഡ്. പഠിച്ചോ? അപ്പൊ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് എ ആണോ ചോദിച്ചത്? ആദ്യത്തെ ക്വസ്റ്റ്യൻ കെമിക്കൽ റിയാക്ഷന്റെ റേറ്റ് കാണാനുള്ള ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ ആദ്യം കെമിക്കൽ റിയാക്ഷന്റെ റേറ്റ് കണ്ടിട്ട് അതിൽ നിന്ന് റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് എ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഡീലാണല്ലോ. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യുക? ഈ വാല്യൂസ് ഒക്കെ ഞാൻ ഇവിടെ നിന്നിട്ട് മായ്ക്കുന്നുണ്ട്, സ്പേസ് ഇല്ലാത്തത് കൊണ്ട്. ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ്റെതൊക്കെ ഞാൻ മായ്ക്കുന്നുണ്ട്. സബ് ക്വസ്റ്റ്യൻ സി ഒന്ന് നോക്കാം നമുക്ക്. എടാ മോനെ, കാൽക്കുലേറ്റ് റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് ബി ആണ്. റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ മൈനസ് ഡി ബി ബൈ ഡി ടി എന്നാ. അത് ഡയറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യണ്ട. നമ്മൾ ആദ്യം റേറ്റ് ഓഫ് റിയാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എഴുത്. റേറ്റ് ഓഫ് റിയാക്ഷൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ഇൻ ടേംസ് ഓഫ് ബി. ഇവിടെ ബിക്ക് സ്റ്റോയിഷിയോമെട്രിക് കോഎഫിഷ്യന്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ആ റേറ്റ് കാണാനുള്ള ഇക്വേഷൻ മൈനസ് ഡി ബി ബൈ ഡി ടി ആണ്. സ്റ്റോയിഷിയോമെട്രിക് കോഎഫിഷ്യന്റ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ പിന്നെ നേരെ എങ്ങനെ എഴുതാം? ശരിയല്ലേ. ഈ സാധനം എന്തെന്നെയാണ്? റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് ബി ആണ്. ഞാൻ അവിടെ എഴുതിയല്ലോ. അപ്പൊ അതിന്റെ വാല്യൂ എത്രയാണ്? നമുക്ക് റേറ്റ് ഫസ്റ്റ് ക്വസ്റ്റ്യന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചതാണ്. 2.5 × 10⁻³ മോൾസ് പെർ ലിറ്റർ പെർ സെക്കൻഡ്. ആ ഡയറക്റ്റ് ആ വാല്യൂ എത്രയാണോ അത് തന്നെയാണ് റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് ബി. അപ്പൊ എപ്പോഴാണ് റേറ്റ് ഓഫ് റിയാക്ഷനും റേറ്റ് ഓഫ് ഡിസപ്പിയറൻസും ഈക്വൽ ആകുന്നത്? സ്റ്റോയിഷിയോമെട്രിക് കോഎഫിഷ്യന്റിന്റെ വാല്യൂ 1 ആകുമ്പോൾ. അത് സിമ്പിളാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യനും കൂടി നോക്കിയിട്ട് അത് മനസ്സിലായാൽ ഇവിടെ പ്രശ്നം മുഴുവൻ തീർന്നു. ചോദിച്ചത് കാൽക്കുലേറ്റ് റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് സി ആണ്. എടാ, സിയുടെ ടേമിൽ കെമിക്കൽ റിയാക്ഷന്റെ റേറ്റ് എങ്ങനെ എഴുതുക? സിയുടെ ടേമിൽ കെമിക്കൽ റിയാക്ഷന്റെ റേറ്റ് എങ്ങനെ എഴുതുക? പ്ലസ് സി പ്രൊഡക്റ്റ് ആയതുകൊണ്ട് 1/2 എന്നുള്ളത് 2 ആകും.
ഇൻറ്റു ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് സി ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. ഇതാണ് റേറ്റ് ഓഫ് റിയാക്ഷൻ. ചോദിച്ചത് റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് സി ആണ്, പക്ഷെ അത് ഡയറക്റ്റ് കാണാൻ പറ്റൂല. ഡയറക്റ്റ് ആദ്യം നമ്മൾ എന്ത് കാണണം? റേറ്റ് ഓഫ് റിയാക്ഷൻ കാണണം, എന്നിട്ട് അതിൽ നിന്ന് റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് സി കണ്ടെത്തണം. അപ്പൊ റേറ്റ് ഓഫ് റിയാക്ഷൻ എത്രയാണ്? അത് ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ തന്നെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടല്ലോ. 2.5 ഇൻറ്റു 10⁻³ ശരിയല്ലേടാ? അപ്പൊ ഇനി ഒന്ന് നോക്കിക്കേ, ഈ 2 എന്ന സാധനം ഇവിടുന്ന് അങ്ങോട്ട് പോയാലല്ലേ അത് റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് സി ആവുക. റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് സിയുടെ ഇക്വേഷൻ എന്താണ്? പ്ലസ് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് സി ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. അപ്പൊ 2 എന്ന ആൾ അപ്പുറത്തേക്ക് പോകണം. 2 എന്ന ആൾ അപ്പുറത്തേക്ക് പോകുമ്പോൾ 2.5 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ 2. 2.5ന്റെ പകുതി എന്ന് പറഞ്ഞാൽ എത്രയാടാ ഉണ്ടാവുക? 2.5ന്റെ പകുതി ഏകദേശം 1.25. ഏകദേശം അല്ല, കൃത്യം 1.25 ഇൻറ്റു 10⁻³ അത്രയും മോൾസ് പെർ ലിറ്റർ പെർ സെക്കൻഡ്. അതാണ് ഏത്? റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് സി. അപ്പോൾ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് NCERT-യിലുണ്ട്. NCERT-യിലുള്ള ക്വസ്റ്റ്യൻസ് മുഴുവനായിട്ട് നിങ്ങളൊന്ന് ചെയ്തു നോക്ക്. കെമിക്കൽ കൈനറ്റിക്സ് എന്ന ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ തന്നെ ഇങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എന്താണ് അതിൽ ഡൗട്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്കൊന്ന് പേഴ്സണൽ മെസ്സേജ് അയക്ക്. എന്നിട്ട് എന്നൊന്ന് വിളിക്കുക, സാർ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് സാർ ഒന്ന് നോക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ആ സമയത്ത് നോക്കിക്കോളാം. ഒന്ന് മനസ്സിലാക്കിയെടുത്താൽ വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഒന്നങ്ങോട്ട് കലക്കിയെടുക്കണം എന്നേ ഉള്ളൂ. അപ്പോൾ കെമിക്കൽ കൈനറ്റിക്സ് എന്ന ചാപ്റ്ററിൻ്റെ ഒരു ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് നമ്മളിപ്പോൾ നിങ്ങൾക്ക് തന്നത്. ഇതിൻ്റെ ബാലൻസ് വീഡിയോസ് ഉണ്ടാകും. ആ ബാലൻസിലാണ് ഇനി കൂടുതൽ കെമിക്കൽ കൈനറ്റിക്സിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇത് വളരെ ഡീപ്പായിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. ഡീപ്പ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടതിൽ ഏറ്റവും അറ്റമാണ്. ഇനി ഇതിനപ്പുറത്തേക്കൊന്നും നിങ്ങളിതിൽ മനസ്സിലാക്കാനില്ല. ഇതങ്ങോട്ട് റെഡിയായി കഴിഞ്ഞാൽ കെമിക്കൽ കൈനറ്റിക്സ് നിങ്ങൾ താളത്തിലാണ്. ഇനിയുള്ളത് പെട്ടെന്ന് മനസ്സിലാകും എന്നർത്ഥം. അപ്പോൾ ബാക്കിയുള്ള പാർട്ടുകളിൽ ഇത്രക്ക് മനസ്സിലാക്കാനൊന്നുമില്ല. ഞാൻ പറയും, അത് നിങ്ങൾ അങ്ങോട്ട് പഠിക്കും, ആ ഒരു താളത്തിൽ അങ്ങോട്ട് പൊക്കോളും. ഒരുപാട് മനസ്സിലാക്കാനില്ല. അതുകൊണ്ട് സിമ്പിളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ് വീണ്ടും കാണാം.